ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ കൂട്ടുകാരെ. ഉപ്പുമാവാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് ഇനി ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഇത് ഏകദേശം ഫുള്ള് ചൂടാറണതിൻ്റെ മുന്നേ ആയിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നാളികേരം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നാളികേരമൊന്നും ചേർക്കണില്ല. ഇതൊന്ന് ശരിക്കും ഇളക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ചായ ചൂടാറാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സോയാബീൻ ചെറുതാണ് കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇതെന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഇത് പയറായിരുന്നു, ചെറുപയർ. 2 വിസിലിൽ വേവുന്ന പയർ ആണെന്ന് ഞാൻ ഓർത്തില്ല. ഇങ്ങനെയൊരു പയർ ഇപ്പോഴാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. രണ്ട് വിസിലടിച്ചപ്പോഴേക്കും ആയൊരു പരുവാണിത്. പിന്നെ ഇങ്ങനെയുള്ള വല്ല അബദ്ധങ്ങളും എപ്പോഴെങ്കിലും വല്ലപ്പോഴും മാത്രം പറ്റുന്നത് കൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. 2 വിസിലേ അടിച്ചിട്ടുള്ള പയർ കേട്ടോ, പുതിയ പയറാണ്. ഏതായാലും വിചാരിച്ച അത്രയും ഞാൻ കേട്ടില്ല. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് ഇതേ നമ്മൾ 8 മണിയായപ്പോഴേക്ക് നമ്മളെ റെഡി ആവാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ഡ്രസ്സിൻ്റെ കഴുത്ത് ഭാഗത്ത് എന്താ വർക്കും കാര്യങ്ങളോ ഒന്നുമില്ല. അത് പ്ലെയിനായി നിൽക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ അതേ ഞാനത് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കിയതാണ് കേട്ടോ. നമുക്കത് പുറത്തേക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ കുറച്ച് എന്താ പറയുക, ഒരു വൃത്തിയേട് പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, നമുക്കൊരു പുതിയൊരു ഐഡിയ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഈ താഴെ ഭാഗം ഉണ്ടല്ലോ, താഴത്തെ ഒരു നമ്മളെ നല്ലോണം നല്ല ഇറക്കമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തന്നല്ലോ, മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി പീസ് നമ്മൾ അതിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വീഡിയോ എന്താ പറയുക, അതിൻ്റെ ആ ലെങ്ത്ത് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അടിയത്തെ പീസിൻ്റെത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ലൈവ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈവിൽ കാണാത്തത് കൊണ്ട് ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ലൈവ് ചെയ്യാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചോദിച്ച എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ലൈവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളതൊന്ന് അടിച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ ആ വെട്ടിയ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പീസ് നമ്മൾ 2 മടക്കാക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഡ്രസ്സിൻ്റെ അടിഭാഗത്തുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ആ വെട്ടിയിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ കഴുത്തിൽ വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കഴുത്തിൽ വെച്ചിട്ട് അതുപോലത്തെ ഒരു മോഡൽ ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ കഴുത്തിൽ വെച്ചിട്ട് വട്ടത്തിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു ഷാളൊക്കെ ഇടുന്നത് പോലെ ആയിട്ടുണ്ടാകും. മുന്നിലും ബാക്കിലും കൂടെ ഞാൻ അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനത് പുറത്ത് പോകുന്ന ഒരു ടൈമിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അത് ഇട്ടൊക്കെ നിന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 9:30, 9:45, 10 മണി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. മഴ പോകും എന്നിട്ട് വേണം പോകാനെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പല്ലിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. പക്ഷേ നടന്നില്ല ഗൈസ്. അങ്ങനെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മളിതേ പിന്നെ ഉച്ചത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ ഉച്ചത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈം ഒരു 11:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ മഴയൊക്കെ പെയ്ത് തോർന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നുള്ളത് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബേക്കറി ഒന്നും കഴിക്കാൻ തോന്നണില്ല കേട്ടോ. മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നു. മധുരമുള്ള ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അട ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയൊക്കെ എടുത്ത് കുഴച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ അപ്പൂസ് വന്നുകൊണ്ട് ക്യാമറയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മൾ അടയൊക്കെ ആദ്യം മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇലയൊക്കെ ഒന്ന് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഇലയൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇലയുടെ ബാക്ക് വശത്തൊക്കെ മഴ പെയ്താലും ബാക്ക് ഭാഗത്തൊക്കെ ചെറിയൊരു എന്തോ ഒരു മാറാലൊരു പൂപ്പൽ പോലെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ വെട്ടിയൊരു സമയത്ത് ഇല്ലാത്ത ഇലകളൊക്കെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇല വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണുണ്ട്. അപ്പോൾ അതേ മനു നേരത്തെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മളും റെഡി ആയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ പോവാന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പോവാന്ന് വലിയ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ചിലപ്പോൾ പോവൽ നടക്കില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതേ ഞാൻ ഈ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോണിറ്റൈസേഷൻ്റെ ടൈമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പാസ്വേഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാസ്വേഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ പറഞ്ഞ ഓപ്ഷൻസൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷേ അതുപോലെ എൻ്റെ ഫോണിൽ ചിലപ്പോൾ കാണിക്കുന്നില്ല, ചിലപ്പോൾ അത് അപ്ലൈ ചെയ്താൽ ശരിയാവണില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ അത് ആ ഒരു ടൈമിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മളിത് പെട്ടെന്ന് നമ്മൾ എന്നും കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ നമുക്ക്, അതുപോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള നമ്മൾ വേറൊരു വീഡിയോസൊക്കെ കണ്ട് സെർച്ചൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി 2 ദിവസം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്നറിയില്ല. അതിൻ്റെ എന്താ പറയുക, ഓരോ പുരോഗതിക്ക് അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്താണ് സംഭവം എന്നുള്ളതൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്ന ഒരു ഓപ്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ഫോണിൽ നമ്മൾ ചെയ്യണ സമയത്തോ നമ്മൾ നോക്കുന്ന സമയത്തോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ഏതായാലും ചെയ്ത് നോക്കാം. ഇനി എന്താ പറയുക, എന്നിട്ട് ബാക്കി ആലോചിക്കാം. എന്തായാലും നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഒരു സ്റ്റെപ്പ് എന്തോ കംപ്ലീറ്റ് ആയ പോലെ കാണിക്കുന്നുണ്ട്. 2ാമത്തെ സ്റ്റെപ്പ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോസസ്സിൽ ആണ് കേട്ടോ. അത് 2 ദിവസം പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാനതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇലയിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതേ നമ്മൾ ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇലയിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ പരത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇലയിൽ എണ്ണയാക്കിയതുപോലെ നമ്മൾ കയ്യിലൊന്ന് എണ്ണയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇഡ്ഡലി തട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ തന്നെ തേങ്ങയൊക്കെ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ പണി അതിനായിട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ മടിയൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊന്നും ആയിക്കോളണമെന്നില്ല. അപ്പോൾ അതേ പിന്നെ ഞാൻ തേങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഓക്കെ ആയിരുന്നു. പിന്നെ 2 ശർക്കര അരിയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 12 മണിയൊക്കെ ആയപ്പോഴേക്ക് തന്നെ നമ്മളെല്ലാതും സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ കഴിക്കാൻ തോന്നിയൊരു സമയത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ആവുമ്പോഴേക്ക് എന്തായാലും ഉച്ച കഴിയും കേട്ടോ. അപ്പോൾ ചോറുണ്ണുന്ന ടൈമിൽ തന്നെ ഇതും കഴിക്കാനാവുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും നമുക്ക് വൈകുന്നേരം കഴിക്കാനാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായി വാഴയിലയിൽ അട ഉണ്ടാക്കിയിട്ട് കേട്ടോ. മറ്റേ ഒരു അട ഉണ്ടല്ലോ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട്, പൂവട എന്നാണ് കേട്ടോ ഞാൻ പേര് കേട്ടിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കാറുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം വേവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് മാറ്റി വെച്ചു. പിന്നെ അതേ അപ്പോഴേക്ക് സമയം 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വേഗം ചോറുണ്ണാനായില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു. പപ്പടമൊക്കെ കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ രാവിലെ ഞാൻ സോയാബീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്ക് ഇത് അപ്പൂസിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേ മീനും ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് പോകാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് തണുപ്പ് പോയതിന് ശേഷം നമ്മൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു മീൻ നമ്മൾ 2ാമത് വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. കാരണം അപ്പൂസ് മത്തിയും കഴിക്കുന്നില്ല, അയിലയും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയ ഒരു ടൈമിൽ അപ്പൂസ് ഇത് കഴിക്കുന്നത് കാണാനുണ്ട്. അപ്പോൾ ഇത് ചേട്ടൻ 2ാമത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതേ മീനൊക്കെ ഒന്ന് വറുത്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു. ഇതേ മനു സ്കൂൾ വിട്ട് വന്നിട്ടില്ലല്ലോ ഉച്ചയ്ക്ക്.
അപ്പോൾ ഞാനും അപ്പൂസും ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഗ്രില്ല് ഒക്കെ നന്നാക്കാനുണ്ടായിരുന്നു. ഒരു സൈഡിലുള്ള ഗ്രില്ലൊക്കെ നന്നാക്കി എടുക്കാനുണ്ടായിരുന്നു. അതും കൂടെ ഒക്കെ ഒന്ന് കഴിച്ച് വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതേ മനു വന്നതിന് ശേഷമാണ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അതേ അടയൊക്കെ എടുത്തുകൊണ്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുരിങ്ങ കുറച്ച് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു മുട്ട ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ച് ഇല കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 മുട്ട ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടും ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്.